ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് ചൊല്ലിയ ബാലകാര ഒരു തപ്പു അള്ളാഹുമീത്ത് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ആ ചൊന്ന് പേടിച്ചിട്ട് ഒരു ഫല തിണ്ടപ്പ കേൾക്കാണ്ട് അതിന് യജമാനൊട്ടിಗೆ മാഫ് കേൾക്കുമ്പോ മാഫ് കൊടുക്കണക്ക് വേണ്ടി യജമാന ചൊല്ലേ നന്റെ മോലെ മങ്ങിലാവുടെങ്കിലേ നാ മാഫ് തണ്ടേ മങ്ങിലയിത്ത് നിവൃത്തിയില്ല. പക്ഷെ വളരെ സൂക്ഷ്മതയുള്ള പെണ്ണാണ് മങ്ങിലായെ ഫാത്തിമ ബിൻത് അബ്ദില്ല. ഫാത്തിമ ചൊല്ലിയ പെണ്ണ്. ആ ദമ്പതിക്കുണ്ടായ കിടാവാണ് അബ്ദുൽ ഖാദിർ ശൈഖ് മുഹിയുദ്ദീൻ. സൂക്ഷ്മതയോടെ ജീവിച്ച അബ്ബാവുമ്മക്ക് ജനിച്ച കിടാവാണ്. ചെറിയ വയസ്സിലതാ കിടാവൊരു പൈയുടെ പെരകെങ്ങനെ പൈടാട്ടിയോണ്ട് പോകുമ്പോ ആ പൈ തിരിഞ്ഞ് കേക്കടൂലയാ അബ്ദുൽ ഖാദിർ അലിഹാദാ ഖുലിഖ്ത, ഇതൊക്കെ വേണ്ടിയിട്ടാണ് അബ്ദുൽ ഖാദിരെ നിങ്ങൾ അല്ലാഹു പടച്ചിരേ. നന്റെ പെരകെ പറണുക, നന്റെ ആട്ടിയോണ്ട് പറണുക, നന്റെ ബീല പിടിച്ച് പറണുക, നിങ്ങൾ അല്ലാഹു പടച്ചിരേ. ഒരു പൈ കേട്ടേവല പയ്യങ്ങനെ കേൾക്കുക. ഇതിനെ നിഷേധിക്കുവാർ ചിലപ്പോ വഹാബിങ്ങ പയ്യങ്ങനെ പളക്കവരുടെ ഒരു കിടാവരൊട്ടി അങ്ങനെ നിഷേധിക്കുന്ന ഖുർആന്റെ നിഷേധിക്കടായിട്ട് പറയും. എന്തേ? പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തു നംൽ. എറുമ്പട് സംബന്ധിച്ചിട്ടുണ്ട് സൂറത്ത് അല്ലേ? എറുമ്പടെ സംബന്ധിച്ചിട്ട് സൂറത്തു നംൽ. ആ സൂറത്തു നംലിൽ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമും ആ സുലൈമാൻ നബി അലൈഹിസ്സലാമുടെ ആളുമാർ സൈനികമാർ നടന്നോട്ട് വരുമ്പോ എത്രമാ ദൂരത്തിൽ ഒരു എറുമ്പുടെ കൂട്ടത്തൊട്ടിക ചൊല്ലുടൂ. ആ സുലൈമാനും സുലൈമാൻ നബിയുടെ സൈന്യ അങ്ങക്ക് ഗൊന്താവാണ്ട് നിങ്ങളെ മേലകമേത്ത് കാള് വെച്ച് പോയെങ്കിലാ, അതുകൊണ്ട് നിങ്ങൾ എല്ലാരും വേഗ പുഞ്ചത്തുക്ക് പോണോ. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം എറുമ്പുടെ പുഞ്ചത്തുക്ക് മീത്ത് കാല് വെച്ച് പോയെങ്കിലാ, അതുകൊണ്ട് എറുമ്പുടെ പുഞ്ചത്തുക്ക് കാല് വെച്ചിട്ട് ഏതെങ്കിലും ഒരു എറുമ്പുക മരണം സംഭവിച്ചു പോയെങ്കിലാ, അതുകൊണ്ട് സുലൈമാൻ നബി നിങ്ങളെ ചവിട്ടാണ്ടിക്കൊണുക വേണ്ടി നിങ്ങൾ എല്ലാരും വേഗ അതാ നിങ്ങളെ പൊത്തുകു പുഞ്ചത്തുക്ക് പോനോട്ട് എറുമ്പ് ചൊല്ലും പൊത്തുകോ. ഫതബസ്സമ ദാഹികാ. അല്ലാഹുവിന്റെ പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിക്കിട്. എറുമ്പുടെ പളക്ക കേട്ടിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിക്കിട്. ഒരു എറുമ്പ് പളക്ക വരുന്നത് ഒരു നബിക്ക് കേക്കടെങ്ങനെ? ഒരു എറുമ്പ് പളക്ക വരിടത്, ഒരു എറുമ്പ് പളക്ക വരിടത് ഒരു മനുഷ്യനുക്ക് എങ്ങനെ കേക്കട റബ്ബേ? എന്നിട്ട് അത് എന്തിനെ മുണ്ടിനേണ്ട അർത്ഥാവണെങ്കിൽ അത് അല്ലാഹു കൊടുക്കുടെ കഴിവാണ്. അതുപോലത്തെ കഴിവ് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് അല്ലാഹു മുഅ്ജിസത്തായിട്ട് അത് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹു സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർക്ക് അത് കറാമത്തായിട്ട് കൊടുക്കടാ. ആ കിടാവാണ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു. ആ പൈയുടെ പിറകെ പോകുമ്പോ പൈ കേക്കടൂല. ഇതൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളെ പടച്ചിരേ. അല്ലാഹു നിങ്ങളെ പടച്ചിരേ ഇതൊക്കെ വേണ്ടിയിട്ട് അല്ലല്ലേ മോനെ. ആ കിടാവ് നേരെ ഔത്തുക പോയിട്ട് വലിയ ചരിത്രമാണ് ചുരുക്കിട്ടെന്നാണ് ചൊല്ലുടെ. ഉമ്മയുടെ പൊരുത്തത്തോടുകൂടി ഉമ്മയുടെ സമ്മതത്തോടുകൂടി ഇറാന്റെ ജീലാനി ചൊല്ലെ റായത്തിൽ നിന്ന് നേരെ ഇറാഖ് പോണ്ടു. എന്നിട്ട് ബഗ്ദാദിലുള്ള ആലിമീങ്ങളുടെ ഇൽമു പഠിക്കറ്. സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനാണ്. ആത്മീയ ലോകത്തിൽ ആയിരക്കണക്കിനുള്ള സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരെ ശിഷ്യന്മാരായിട്ട് സമ്പാദിച്ച മഹാനാണ്. പാവത്തെ ആളുമാരുടെ വല്ലാത്ത കരുണയാണ്. ഫക്കീറായ മിസ്കീനായ ആളുമാര് അങ്ങനെ സേവന ചെയ്യേ ചൊല്ലത് വല്ലാത്ത മഹബത്താണ്. എല്ലാ നാടും പണ്ട് ആളുമാർക്ക് ചോറ് കൊടുക്കണക്ക് വേണ്ടി, കഞ്ഞി കൊടുക്കണക്ക് വേണ്ടി, അങ്ങുള്ള ആഹാരം കൊടുക്കണക്ക് വേണ്ടി ആഹാരത്തെ തയ്യാറാക്കണക്ക് ശമ്പളം കൊടുത്തിട്ട് ആള് വെച്ചിട്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു 1000 വർഷം കഴിഞ്ഞിട്ട് പോലും ചരിത്രത്തെ പുട്ടത്തില് മറക്കണുകാവാത്ത നേതാവാവണകുള്ള കാരണ ഈ സമാജത്തില്, ഈ സമുദായത്തില് സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം നിലനിൽക്കുന്ന കാലത്തോളം ഖിയാമത്ത് നാളുതോറും റാത്തീബ് മറക്കില്ല. മുഹീദ്ദീൻ റാത്തീബ് നഷ്ടപ്പെടാല. അതുകൊള്ള കാരണം അല്ലാഹു അങ്ങനെ കബൂലാക്കിയതാണ്. സുബ്ഹാനല്ലാഹ്. ഒരു നാളൊരു പാവപ്പെട്ട ഒരു ഫഖീറനായ ഒരാള്, ദരിദ്രനായ ഫഖീറനായ ഒരാള് ബേജാറോടുകൂടി ഇങ്ങനെ നടന്നു പറയുമ്പോ ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കണ്ട്
ആ ഫക്കീറായ ആളൊട്ടിക്ക് കേക്കട്, എന്റെ മോനെ നിങ്ങളെ മനസ്സിൽ വല്ലാത്ത ബേജാറ്, മുഖം നോക്കുമ്പോഴത്തേക്ക് കൊന്താവിടല്ലേ. ആ ആള് ചൊല്ലു, നക്ക് കടലിലൊന്ന് യാത്ര ചെയ്യണീന്ത്, പക്ഷേ കപ്പലൊക്കെ പത്തുമ്പത്തൂകു ആ കപ്പൽക്കുള്ള ചാർജ് പൈസ കൊടുക്കണു എന്റെ കയ്യിലില്ല. അതുകൊണ്ടൊന്നാണ് കപ്പലൊക്കെ പൈസ കൊടുക്കില്ലാത്ത ഒരു ദരിദ്രനായതുകൊണ്ടു ആ കപ്പലിനെ നിയന്ത്രിക്കട കപ്പിത്താണ് എന്റെ കപ്പലൊക്കെ പത്തൊക്കെ പൊട്ടില്ല. സുബ്ഹാനല്ലാഹ്, ബേജാറിൽ പണ്ട് പള്ളി റേഞ്ചിട്ട് പോകുമ്പോഴത്തേക്കു വയലൊക്കെ വന്ന ആൾമാർ കുറേ ദൂരം നടക്കണം. വയലൊക്കെ വന്ന വലിയ വലിയ ആൾമാർ, കാറിൽ വന്ന ആൾമാരെ കാറൊക്കെ കൊണ്ടൊന്ന് കൈകാട്ടുമ്പോൾ കണ്ടിട്ടും കാണാത്ത കണിക്ക് ഞങ്ങൾ ചിലപ്പോ പോകുമ്പോഴത്തേക്ക് അങ്ങനെ മനസ്സുക അവിടെ ഒരു നൊമ്പല ബേജാറുണ്ട്. പടച്ചോനെ, ഞങ്ങൾക്ക് അങ്ങനത്തെ വാഹനം ഇല്ല, പക്ഷെ വാഹനം ഇന്ന ആളുകൾ ഞങ്ങളെ കാണുമ്പോൾ ഒന്ന് നിപ്പാട്ടി 10 പാട്ടര കണിക്കത്തെ അവർക്കാരുടെ മനസ്സുരം ഇത് കൊടുത്തിട്ടിന്നെങ്കിൽ ചൊന്ന് ചിന്തിച്ചെങ്കിൽ ആലോചനയാക്കി നോക്കാം. അവർ കരുണ ഞങ്ങളെ ബിയാറ ഞങ്ങളെ മനസ്സിൽ വരുക. ഒരു പാപത്തൊരു ഫക്കീരനായ ഒരാൾ ബിലിയാസ പള്ളിഞ്ഞ് ജുമാ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോഴത്തേക്കു ഞങ്ങൾ ഔത്തിലെ പോലും ബിലിയാസറിന്റെ നല്ല ഗമ്മത്ത് പള്ളിയുടെ പുറത്തിൽ ബേങ്ങണുക പറഞ്ഞ ഒരു മുസാഫിരായ ഒരാളുണ്ട്. 4 പെണ്ണുമക്ക, ഒന്നാമത്തെ മോളുക്ക് പുതുസെട്ടായി മങ്ങിലാ കൊടുക്കുന്ന എന്റെ കയ്യിൽ എന്തും ഇല്ല, ആരെങ്കിലും സഹായിക്കോറുണ്ട് മുസല്ല പിരിച്ച് നിன்று ആ ഒരു ഫക്കീരായ ഒരാളിലെ ഞങ്ങളത്തെ പോലും ബിലിയാസ ഗമ്മത്തല്ലേ ബറുക്കാക്ക ഞങ്ങളത്ത് നിന്റെ ചോറുണ്ടിട്ട് പോവാ ചെന്ന് കൂട്ടിയോ പോണകില്ല കരിക്കത്തെ ആ ഒരു മനസ്സ് ഞങ്ങൾക്ക് ബറുവാ. അതല്ല കരുണ. ഞങ്ങളെ പെണ്ണുമക്കൾക്ക് 100 പവന് 50 പവന് 25 പവന് 30 പവൻ ഇട്ടിട്ട് നല്ല ഗൗജില് ബ്രൈഡ് ടൂബി റൂം ടൂബി എന്തെല്ലാ പേരുള്ള അനാചാറാക്കിയിട്ട് ലക്ഷക്കണക്കിലുള്ള പൈസത്തെ അനിസ്ലാമികമായിട്ട് അധാർമികമായ രൂപത്തിൽ അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത നിലക്ക് ചെലവാക്കുമ്പോഴത്തേക്കു ഞങ്ങളെ നേരിൽ 30 വർഷമായിട്ട് മങ്ങിലാവാത്ത ബാപ്പയില്ലാത്തൊരു യതീമായ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണുക്ക് ഒരു 5 പവന് ബംഗാറ് കൊടുത്തിട്ടു എന്റെ മോളിട്ടേക്ക് അതേ ഹാളിൽ മങ്ങിലാക്കി കൊടുക്കുക ചൊല്ല ഒരു മനസ്സ് ഒരു കൽബുക്ക് ഞങ്ങളെ വണ്ണിങ്ങനെ. അതല്ല റഹ്മത്ത്, അതല്ല കരുണ. രോഗിയായി കിടത്തത്തിലായ ഒരാള് സാമ്പത്തികമായി സഹായിക്കണു ഞങ്ങൾക്ക് എന്തു ഇന്നില്ലെങ്കിലും ശാരീരികമായിട്ടെങ്കിലും ഒന്ന് പോയിട്ട് ഒരു നല്ല സമാധാനത്തെ പലക്കെ ചൊന്നിട്ട് ആളുകൾ വേണ്ടി തുറന്നു പണ്ട് കണിക്കത്തെ ഒരു സമ്പ്രദായം ഞങ്ങൾക്ക് ഇന്നെങ്കിൽ അതല്ല പരിശുദ്ധ ഇസ്ലാം ദീൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിസ്റ കൈസർ രാജാക്കന്മാരെ കൊട്ടാരത്തെ ഫൗണ്ടേഷന്റെ കല്ലുകൾ പോലും സയ്യിദുനാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ പേര് കേൾക്കുമ്പോൾ കിടുകിട് ബറന്നിട്ടില്ലെങ്കിൽ ഈമാനുള്ളങ്ങള് മാഫി സമാഇ മലകുൻ ഇല്ലാ വഹുവ യൂഖിറു ഉമറ. ഖത്താബുടെ മോനെ ആദരിക്കാതെ, ഖത്താബുടെ മോനെ ബഹുമാനിക്കാതെ ഒരേ ഒരു മലക്ക് അല്ലാഹുവിന്റെ ആകാശത്തിലില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നിട്ടില്ലെങ്കിൽ ആ ഖത്താബുടെ മോന് സയ്യിദുൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എല്ലാ പാതിരജാവുകൂ സുബ്ഹാനല്ലാഹ് മുസ്കിട്ടിട്ട് അതാ ഇങ്ങനെ മദീനത്തെ തെരുളിങ്ങനെ ആളുക കൊന്താവാണ്ട് നടക്കട്. ഒരു പാതിരജാബ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സ്വഹാബി ഇങ്ങനെ നോക്കൂടു. സുബ്ഹാനല്ലാഹ്, ഈ കാലത്തിലും ഇങ്ങനെ പാതിരജാവ് മുസ്കിട്ടിട്ട് ഒരാള് മെല്ലെ നടക്കുമ്പോഴത്തേക്കും മനസ്സിൽ എന്തെല്ലാം ബിയാറ വന്നു പോണ്ടു. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നടന്നിട്ട് ചെറിയ ഒരു ഗുഡിസല് പോലെ ഔത്തു ഇങ്ങനെ അപ്പറെ പറ നോക്കിട്ട് മെല്ലെ നോണ്ടു. നോക്കുമ്പോഴത്തേക്ക് ആളാറ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു മനസ്സിൽ വല്ലാത്ത ബേജാറവിടെ പടച്ചോനെ എന്ത് കായിട്ടിക്കു ഔത്തുകി ജാബുക്ക് ഇങ്ങനെ മെല്ലെ പോയിന്നുണ്ട്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നേരെ ഔത്തുക പോണു ധൈര്യമില്ല. ഔത്തെ അടയാളാക്കി വെയ്ക്കേട്. പിറ്റാണ്ട് സുബൈക ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു മെല്ലെ അതേ ഔത്തുക പോണ്ടു. അറിയണക്ക് വേണ്ടി എന്ത് ഉമർ ഖത്താബ് പാതിരജാബുക്ക് വേണ്ടി. സുബ്ഹാനല്ലാഹ്, ഔത്തുൽക പോകുമ്പോഴത്തേക്കു കിടന്ന ഉടക മലമൂത്ര വിസർജിക്കട കണ്ണട കാഴ്ച നഷ്ടപ്പെട്ടു പോയി വയസ്സായ ഒരു പെണ്ണിങ്ങ കിടന്നിട്ടുണ്ട്. ഉമ്മ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കേക്കട, ഉമ്മ ഈ ഔത്തുൽ ആറല്ല ഉള്ളാറ് കണ്ണ് കാണാതെ വയസ്സായ രോഗിയായ കിടന്ന ഉടക മലമൂത്ര വിസർജിക്കട ഉമ്മ ചൊല്ലോടു, നാണല്ലാതെ വേറാറുമില്ല മോളെ. പിന്നെ നിങ്ങൾ ആറുമ്മ നോക്കൂടെ ചാക്കരി എടുക്കര്, നിങ്ങളാറ് സഹായിക്കടേ, നിങ്ങാറ് ബഹത്തുകതണ്ട്. ഇതിരെ കൽകിടാറ് ശുദ്ധിയാക്കിടാറ് കേൾക്കുമ്പോ ആ കണ്ണ് കാണാത്ത ബഹസ്ര ഉമ്മ ചൊല്ലൂല, സഹോദരിമാര് ആറുണ്ട് കൊന്തില്ല മോണ്. എല്ലാ പാതിര ജാവുകൊറാണിങ്ങ പണ്ട്
ആറേണ്ട് നക്ക് കുർത്തയില്ല കാണുക കണ്ണില്ല ആണിങ്ങ ആറേട്ടിൻ്റെ വരേക്കും നണ്ടിട്ടിക ചൊന്നിട്ടില്ല പക്ഷെ വന്നിട്ട് നന്റെ ഈ പായും കിടക്കി ഇതെല്ലാത്തെ കൽകി ശുദ്ധിയാക്കിയിട്ട് ഉണക്കിയിട്ട് കൊണ വന്ന് അടിക്കി നക്ക് പിരിച്ചിട്ട് നന്റെ ആഹാരം നന്റെ ഭയത്തേക്ക് തന്നിട്ട് കയ്യിലിങ്ങനെ തിന്നുവാടിയിട്ട് പോൽമണ പൈച്ചെങ്കിൽ ഇതാ ഇങ്ങനെ കയ്യക്ക് പാട്ടോറോച്ചൊന്നു കയ്യക്കിടെ ജാഗിൽ ആഹാരം വെച്ചിട്ട് സുബഹി ബാങ്ക് മുന്നുള്ള ആള് മടങ്ങി പോണ്ടോ ആളല്ലാതെ വേറാരും നന്റെ സഹായിക്കൊണ്ടില്ല മോണ് ഇത് ചൊല്ലുമ്പോ സ്വഹാബിയായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആ രണ്ട് കണ്ണിലും ധാരധാരയായി തണ്ണി എറിഞ്ഞിട്ട് ചൊല്ലോടോ ഉമ്മ അതാറ് നിങ്ങളെ സഹായിച്ചിരകൊണ്ടുണ്ട് ഉമ്മ ഏതാളെ സംബന്ധിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നൊരു ഉമർ ഒരു തെരുളു കടന്നെങ്കില് ഉമർ ഒരു മാർഗത്തിക്ക് പ്രവേശനം നടത്തിയെങ്കില് ആ മാർഗത്തെ പിന്നൊരു ഭാഗത്തില് പോലും ശൈത്താന് കടകൊണ്ടുക പേടിക്കൂ കിസ്റ കൈസർ രാജാക്കന്മാരുടെ കൊട്ടാരത്തെ അടികല്ല് പോലും പേര് കേൾക്കുമ്പോ ബെറക്കിടകനിക്കത്തെ നേതാവ് സയ്യിദുന ഉമറുൽ ഫാറൂഖ് എന്നെ സഹായിച്ചിരെ ഇസ്ലാമിന്റെ ഖലീഫ ഭരണാധികാരി എൻടൈര് മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയായ ഖത്താബിന്റെ മോന് സയ്യിദുൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു രോഗിയെ കുടുംബത്തിലുള്ള കിടത്തത്തിലായ രോഗിയെ സന്ദർശിച്ചിട്ട് ഞങ്ങൾക്ക് സാധ്യമായ രൂപത്തിലൊന്ന് സഹായിക്കണകൊള്ളേ മനസ്സ് ഞങ്ങൾക്ക് ഇണ്ടേവരേക്കും വന്നരാ ആൾച്ചരാക്കി നോക്കും എത്ര പാവത്തെ ആൾമാർ ഞങ്ങളുടെ സമാജത്തിലുണ്ട് ഞങ്ങളുടെ സമുദായത്തിലുണ്ട് എത്ര പള്ളിരെ ജാല് നിങ്ങൾ ബലിയാസം ഒന്ന് നോക്കുക ഒരു മുസല്ല പിടിച്ച് നിൽക്കരുത് സുബ്ഹാനല്ലാഹ് ചിലപ്പോൾ കമ്മിറ്റിക്കാർ ഓടുപാട്ടെ നിങ്ങൾക്ക് ഇതേ സ്വര ആരെങ്കിലും ഒരു മുഅ്മിനായ ആൾമാരാണ് അങ്ങ് സഹായിക്കുക അങ്ങ് കമ്മിറ്റികളുടെ വന്നിട്ട് പള്ളിയിൽ ഉസ്താദന്മാരെ നിങ്ങൾ ശമ്പളം കൊടുക്കുന്നത് പോലെ ഞങ്ങൾക്കും ഈ തിങ്കളുടെ നല്ലൊരു സംഖ്യ തറവച്ചൊന്ന് കേൾക്കട്ടല്ല പള്ളിയിലെ ജാലിൽ വന്നിട്ട് നിന്നിട്ട് എന്തെങ്കിലും ആരട്ടെങ്കിലും തന്നെതിരെ കൊണപോണുക പുറത്തായി വന്നേ ഒരു ഫഖീറായ ദരിദ്രനായ മിസ്കീനായ ഒരാള് ആ ആളെ നീ ഓടുവാട്ടിയേ ഈ പള്ളിയിലെ മെമ്പറാവണുള്ള ഒരു അധികാരം അല്ലാഹുനിക്ക് അവസരത്തെ തന്നതിന്റെ പേരിലല്ലേ അല്ലാണ്ട് അല്ലാണ്ട് വീടായ പള്ളിക്ക് വന്ന ഒരു ഫഖീറായ ഒരാള് ആളെ ഇനി ഓടുപാട്ടണുള്ള അധികാരത്തെ അല്ലാഹു ചോദ്യം ചെയ്യണുകൊണ്ട് മുസ്ലിം സുബ്ഹാനല്ലാഹ് ഫഖീറായ ഒരാള് കപ്പളുക 10 പാട്ട് അതിന്റെ പേരില് 10 പാട്ടാത്തതിന്റെ പേരില് ബേജാറായി ബർബുതുഗു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ ഫഖീറായ ആളിട്ടിക ചൊല്ലോടൂല നിങ്ങൾ ബേജാറാവണ്ട കൂടെ മേനിക്കോറു നക്ക് ഒരാളിപ്പ ബംഗാര നാണ്യങ്ങൾ തറകുപണ്ട് അതിരെ നാണ്യങ്ങൾക്ക് തന്റെ പേടിക്കണ്ട എല്ലാം ഞാറാമ്പത്തെ ഒരാള് വന്ന് 30 ദീനാർ കൊടുക്കറു 30 സ്വർണ്ണ നാണ്യം 30 ബംഗാര കോയിൻസ് അണ്ടെത്ര വിലക്കു ഇണ്ടെത്ര വില ഉണ്ട് ഒരു ഗ്രാമക്ക് ഇണ്ടെത്ര കൊണ്ടുണ്ട ഒരു ഗ്രാമക്ക് എത്രയുണ്ട് ചിലപ്പോ പെണ്ണിങ്ങ കൂടെ പേടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് ആയി പോയി ഒരു ഗ്രാമക്ക് എത്ര ഉണ്ട് കേട്ടെങ്കിൽ ചില പെണ്ണിങ്ങ പോയിട്ട് മാപ്പിളമാരെ ജോറാക്കി അണ്ടയെല്ലാം ബിത്ത് തീർത്തില്ല ഇണ്ട് ഇന്നെങ്കിൽ എത്ര വില അവിടെക്കാൻ അണ്ടാ പല ലാമ്പ് റിക്ഷ എടുക്കുമ്പോഴത്തേക്ക് എല്ലാ മാലയുടെ ബിത്തില്ല നിങ്ങൾ കേൾക്കുക ഇന്റെ ഗ്രാമക്ക് 10,000 ഒലിമ്പോണൂറ് ചെല്ലാനല്ലേ ഒരു ഗ്രാമക്ക് ഒരു പവണക്ക് എത്ര ഇൻടു 8 ആക്കി നോക്കൂ പ്ലസ് ഒരു 6% മേക്കിംഗ് ചാർജ് ഇടും അതിന് മേലുക പ്ലസ് ഒരു 3% GST ഇട്ട് നോക്കൂ 94,95,000 ഒരു പവൺ ബംഗാരം ഒരു 8 ഗ്രാമിന്റെ ഒരു കോയിന് എങ്കിൽ അണ്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചത് ഏകദേശം ഒരു 1000 വർഷத்துக்கு മുന്നേ 30 ബംഗാര കോയിൻ കൊണ്ടുവന്നിട്ട് ഒരാൾ നേർച്ച കൊടുക്കുക അതിയായി അതിരങ്ങനെ ഫക്കീറായ ആളുടെ കയ്യിൽ കൊടുത്തു ചൊല്ലു ഇത് നിക്കല്ല ഇത് നിങ്ങൾക്കല്ല ആ കപ്പല്ല യജമാന കൊണ്ടുപോയിട്ട് കൊടുക്കണം എന്നിട്ട് ചൊല്ലണു മുഹീദ്ദീൻ ശൈഖ് ചൊന്നേ നിന്റെ പോലത്തെ ഫക്കീരന്മാരായ പാവപ്പെട്ട ആളുമാർ ആരെങ്കിലും പൈസ ഇല്ല ചൊന്ന് വന്നെങ്കിൽ അങ്ങനെ ഇന്ന് പൊട്ടുപോണ തീര ഇതാ പൈസ ചൊന്ന് അയാൾ കൊടുക്കാറുണ്ട് 30 ബംഗാര കോയിൻസ് ഞങ്ങതിനെ നേരെടുത്ത് പോയിട്ട് പെഞ്ഞായിട്ട് ചൊല്ലാത്തത് ലോക്കറിൽ പോയി ആരെയാണ് കട്ടുപോയി 2000 പാവത്തെ ആളുമാർക്ക് വേണ്ടി കരുണ കാട്ടിയ മഹാനാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി
നന്റെ പോലത്തെ ഫക്കീരന്മാരായ ആളുമാരിന് പൈസ ഇല്ല ചൊന്നു വന്നെങ്കിൽ അങ്ങനെ കപ്പളുക 10 പാട്ടിയിട്ട് യാത്ര ചെയ്യിപ്പിക്കണോ വിട്ടുപോണോ തീരാ ചൊന്നിട്ടു മുഹീദ്ദീൻ ശേഖ് തങ്ങൾ ചൊന്നിട്ടു അതിന്റെ ഉടമക്ക് കൊടുക്കണു യജമാന കൊടുക്കണു ചൊന്ന് കൊടുക്കണു. ഈ ഫക്കീരായ ആളിതിനെ മെല്ലെ പിടിച്ചോണ്ട് പോകുമ്പോ കൊണ്ടല്ലേ 30 ബംഗാര കോയിന്റെ അയാളുടെ മനസ്സിലൊരു വിഹാരമേന്ദ്ര കൊണ്ടത് പടച്ചോണി ഇതെല്ലാം ആ കപ്പല് തനിക്ക് അയാളെ നക്കെന്തെങ്കിലും നിങ്ങൾ ആയിരം മനുഷ്യന്മാർ അങ്ങനല്ലേ പിന്നെ ആശയുണ്ട്. ഈ നാണയ ഒരു ഫക്കീർ എന്റെ കപ്പല് 10 പാട്ടിയിട്ടില്ല അപ്പൊ നണ്ടെന്തെങ്കിലും സഹായിക്കരെ ബദലുക ഇത് നേരെ കൊടുക്കരപ്പ യജമാനകല്ലേ കപ്പല് തനിക്കല്ലേ ചൊന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിയർച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് മുഹീദ്ദീൻ ശേഖ് തങ്ങൾ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നോവാ മനസ്സിലാ ബിയാറ ബന്ന സാത്തേക്ക് വരും ആ കാക്കടെ വിളിച്ചു എന്നിട്ട് ചൊല്ലു നിങ്ങൾക്ക് തറ ഇപ്പൊ എന്റെ കയ്യിൽ എന്തോ ഇല്ല നേരെ കമീസരെ മാറ്റിട്ട് കൊടുക്കടു ഇതിനെ കൊണ്ടുപോയിട്ട് ബിക്കോറു മുഹീദ്ദീൻ ശേഖരെ കമീസ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കമീസ് ചൊന്ന് ബിക്കോറു എന്നിട്ട് അതിൽ കിട്ടിയ പൈസ നിങ്ങൾ എടുക്കോറു ആ കമീസരെ കൊണ്ടുപോയിട്ട് ചന്തയിൽ വിൽക്കുമ്പോഴത്തേക്ക് ഇരിയോ ബംഗാര നാണ്യങ്ങൾ അണ്ടത്തെ കാലത്ത് കിട്ടിയിട്ട് ചരിത്ര ചൊല്ലു. ഒരു ഫക്കീറായ ഒരാൾ കൊടുക്കണു എന്തും ഇല്ലാത്തപ്പ അങ്ങനെ കമീസരെ മാറ്റിട്ട് കൊടുത്തു ചൊല്ലു ഇതിനെ കൊണ്ടുപോയിട്ട് ബിക്കോറു. ഒരു പാവപ്പെട്ട ഫക്കീരനായ ഒരു മനുഷ്യനക്ക് സഹായിക്കണു വേണ്ടി അല്ലാഹു കൊടുത്ത കൽബ് നോക്കോറു. ആ സ്വഭാവം ഇന്നതുകൊണ്ടാണ് അല്ലാഹു ഈ സ്ഥാനത്ത് അങ്ങനെ ഉയർത്തിയത്. അല്ലാഹുവിന്റെ പേരുണ്ടും സ്മരിക്കപ്പെട്ടിട്ടുള്ളൂ. അതുപോലെ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുടെ ഒരു സംഭവം ചൊല്ലു. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഉണ്ടല്ലേ ഞങ്ങ ആറിന്റെ കൊന്തില്ല ഖുർആനിൽ പേരുള്ള മഹാനാണ് ലുക്മാൻ. സൂറത്തു ലുക്മാൻ ഞങ്ങ കേട്ട കാലി ലുക്മാൻ തൈലാണ്ട് മാത്രം നല്ല അവിടെ ഭവനം പോലത്തെ ആറാണ് ഈ തൈലത്തെ ഈ പേരുള്ള ലുക്മാൻ ചൊല്ലത് ഞങ്ങൾ കൊന്തയിട്ടില്ല. ലുക്മാൻ റളിയല്ലാഹു അൻഹുട്ടേക്ക് ഒരു രോഗിയായ ഒരാള് വന്ന് ചൊല്ലുക മറந்துക നന്റെ നിങ്ങൾ സഹായിക്കണോ അള്ളാഹുന്റെ മാർഗത്തിൽ അള്ളാഹുക്ക് വേണ്ടി അള്ളാഹുന്റെ പടച്ചോണ്ട് ഓർത്തിട്ട് നന്നെ നിങ്ങൾ സഹായിക്കണോ. ഈ പളക്ക ഞങ്ങൾ ചിലപ്പോ പള്ളിയിലല്ല കേക്കറല്ലേ ഏതെങ്കിലും ഒരു നിസ്കാര കഞ്ഞി നോക്കുമ്പോ എഞ്ചി നിന്നിട്ട് ഒരാള് ഞാനിങ്ങനെ രോഗിയാണ് ക്യാൻസർ രോഗിയാണ് അള്ളാഹുക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കറു നിങ്ങൾ അള്ളാഹു കൈവിടാലെ എല്ലാവരും നിങ്ങളെ കൊണ്ട് സാധ്യ അവിടുത്തെ സഹായിക്കറു ചൊല്ലുമ്പോ പള്ളിയുടെ പുറത്ത് പറയുമ്പോ ക്യാൻസറായ ബാധിച്ച രോഗി നീണ്ടിടിക്കുമ്പോ കണ്ടിട്ടും കാണാത്ത കനിക്കാകെ ചിലപ്പോ അങ്ങനെ നേരെ ഇഴിഞ്ഞു പോണ്ട അല്ലേ. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ രോഗിയായ ഒരാള് വന്നു ചൊല്ലേ നന്റെ നിങ്ങൾ സഹായിക്കണമെന്ന് മറந்துക്ക് വേണ്ടിയിട്ടൊന്ന് സഹായിക്കണോ. ലുക്മാനുൽ ഹക്കീം തങ്ങളുടെ കൊടുക്കണ എന്തും ഇല്ല പക്ഷെ അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും തരണോ ചൊന്തല്ലേ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എങ്ങനെ സഹായിച്ച കൊന്തുണ്ട ഒരുപാട് വർഷത്തേക്ക് മുന്നല്ലേ അണ്ട് അടിമത്വ ചൊല്ലതുണ്ട്. അടിമത്വ ചൊല്ലെ കനിക്കത്തെ ഒരു സമ്പ്രദായമുണ്ട് അടിമ ഗുലാമഗിരി ദാസ്യതന. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആളുട്ടിക്ക് ചൊല്ലു നന്റെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കൂട്ടിയോ പോയിട്ട് താനിങ്ങനെ പെരക്കെ വേണ്ടേ അടിമങ്ങളെ ബിക്കരെ സന്തൽ ബിക്കോറു ആ കിട്ടിയ പൈസ നിങ്ങൾ മറന്നെടുക്കോറു. സുബ്ഹാനല്ലാഹ് ആഴ്ചനാക്കി നോക്കോ നന്റെ കൊണ്ടുപോയിട്ട് അടിമങ്ങളെ ബിക്കടെ സന്തൽ ബിക്കോറു ആ കിട്ടിയ പൈസ നിങ്ങൾ മറന്നെടുക്കോറു. സുബ്ഹാനല്ലാഹ് രോഗിയായ ആള് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുടെ നേരെ അങ്ങനെ കൊണ്ടുപോയിട്ട് അത് അടിമകളെ സന്തൽ ബിത്തിട്ട് കിട്ടിയ പൈസ കൊണ്ടിട്ടു അയാള് മറന്നെടുക്കിട്. എന്നിട്ട് എത്രമാ കാലം ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അടിമയായി ജീവിച്ചിട്ട് അധ്വാനിച്ചിട്ട് സ്വന്തം പൈസ ഉണ്ടാക്കിയിട്ട് അടിമതനത്തിൽ നിന്ന് ദാസ്യതനത്തിൽ നിന്ന് വിമോചന തേടരുത്. അതാണ് സ്വാലിഹീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ആ സ്ഥാനത്തേക്ക് എത്തുന്നതിനുള്ള കാരണം. പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിലെ ഒരു തെല്ല് പോലും തപ്പാത്ത നിലക്ക് ജാഗ്രതയാക്കി പാലനാക്കിയത് കൊണ്ടാണ് അല്ലാഹു ആദരിച്ചങ്ങനെ നല്ലോണം ആദരിച്ചത് കൊണ്ടു ഇതുപോലത്തെ സ്വാലിഹീങ്ങളെ ഔലിയാക്കന്മാരെ സ്നേഹിച്ചത് കൊണ്ടു മഹാന്മാരെ ആദരിച്ചത് കൊണ്ടു അല്ലാഹ് ആദരിച്ചതിനെ എല്ലാத்தையும் നല്ലോണം ആദരിക്കലുകൊണ്ടു.